എൻ്റെ നേരത്തെ വെച്ചിട്ട് വാട്സാപ്പ് കോൾ ഒരു വാട്സാപ്പ് കമ്പനിയിൽ അയച്ച് കട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നു, വേറെ വാട്സാപ്പ് എടുക്കേണ്ടോ. അപ്പോൾ എല്ലാ അധികാര ദുരുപയോഗവും പ്രതി ചെയ്ത് വാദിക്കെതിരെ വാദിയുടെ കാലും കൈയും എല്ലാ പ്രവർത്തനവും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പുഷ്പം പോലെ മുന്നോട്ട് നീങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ അഭിപ്രായന്മാരെ കണ്ടിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് അധികാരം കൈവച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്താലും അതിനെയൊക്കെ നേരിടാനുള്ള നെഞ്ചുറപ്പുണ്ട്. അഭയക്കേസിലെ പ്രതികൾ ലോകത്തിലെ ഏറ്റവും 3 ശക്തികളിൽ ഒരു ശക്തിയാണ്. ആ ശക്തിയെ അഭയക്കേസിലെ പ്രതികൾ എന്നെ ഇല്ലായ്മ നോക്കി ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ അവർ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അതിനപ്പുറത്തൊന്നും അഭിപ്രായം ഇല്ല എന്ന് മാത്രം പറഞ്ഞു. പിന്നെ നിയമം ഇനി വിജിലൻസ് തത്ത പറയുന്ന പോലെ ഇതിൻ്റെ കേസിലെ കാര്യങ്ങളും പറയേണ്ടവർ വിജിലൻസിനെ SP-നെ വിളിച്ചു വരുത്താൻ പറ്റും. വിജിലൻസ് ഓഫീസിൽ പോയി റെയ്ഡ് ചെയ്യാനുള്ള അധികാരം CBIക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അവിടെ റെയ്ഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വിളിച്ചു വരുത്താൻ CBI ഓഫീസിൽ പറ്റും. അതുകൊണ്ട് FIR ഇട്ടിട്ടേ CBIക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും. ആ തടസ്സം മാറിക്കിട്ടി. അപ്പോൾ സുപ്രീം കോടതിയിൽ ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കാനുള്ള ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടി ഇതിലെ വാദി എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഭാഗം കൂടെ കേട്ടിട്ട് തീരുമാനം എടുക്കാവുള്ളൂ എന്ന് കമ്മിറ്റി ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് സുപ്രീം കോടതിയിൽ എബ്രഹാം ഫയൽ ചെയ്തെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഫയൽ ചെയ്തതിന് കുറച്ച് ദിവസം എടുക്കും. മെൻഷൻ ചെയ്തവരൊക്കെ നമ്പറിട്ട് വരണം. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുത്തുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് രാത്രി തന്നെ ഡൽഹിക്ക് പോവുകയാണ്. അപ്പം അവിടെ ഏത് സമയം സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്ത കേസ് വരും. അപ്പോൾ എൻ്റെ ഭാഗം കൂടെ കേട്ട് അപ്പോൾ അവിടെ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത് ഏറ്റവും ക്രൂഷ്യലായുള്ള ഒരു പോയിന്റ്, ഹൈക്കോടതി ഉത്തരവ് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടി കൊടുത്ത എബ്രഹാത്തിൻ്റെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഇപ്പോൾ നിയമപരമായി നിലനിൽക്കില്ല. കാരണം CBI FIR ഇട്ടിരിക്കുകയാണ്. അപ്പോൾ FIR-നെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഞാൻ അറിയിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ വിവരം CBI FIR ഇട്ട് അന്വേഷണം മുന്നോട്ട് നീങ്ങിയ വിവരം സുപ്രീം കോടതിയെ അറിയിക്കുവാൻ വാദി എന്ന നിലയിൽ എനിക്ക് സാധിക്കുള്ളൂ. മറ്റുള്ളവരും അവിടെ കക്ഷിയില്ല. CBIക്ക് കോപ്പി കൊടുക്കാറില്ല സാധാരണ നിലയിൽ. CBIയുടെ ഹാജരാകാറില്ല. CBIക്ക് നോട്ടീസ് വരുമ്പോഴാണ് അവർ ഹാജരാകും. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് നിമിഷ നേരം കൊണ്ട് പോയി ഈ കേസ് അട്ടിമറിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള അധികാരം ഗവൺമെൻറ്റും എല്ലാം സപ്പോർട്ട് ചെയ്ത് ഈ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ അധികാരങ്ങളും